ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ HDFC ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്പിനെ കുറിച്ചാണ്. ഇതിൽ നമുക്കിപ്പോൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ, അതല്ല അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ, UPI പേയ്മെൻറ്റ്സ്, ബിൽ പേയ്മെൻറ്റ്സ്, റീചാർജ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ മൊബൈലിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവാം. HDFC ബാങ്ക് മൊബൈൽ ബാങ്കിങ് എന്ന് ടൈപ്പ് ചെയ്താൽ കാണുന്ന ഫസ്റ്റ് വരുന്ന HDFC ബാങ്കിൻ്റെ ആപ്പ് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷൻസൊക്കെ ചോദിക്കും. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ജസ്റ്റ് പെർമിഷൻസൊക്കെ അലൗ ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പെർമിഷൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് അലൗ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു കസ്റ്റമർ ID ആൻഡ് പാസ്വേഡ് ഇത് രണ്ടും ചോദിക്കും. കസ്റ്റമർ ID നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇനി ബാങ്ക് പാസ്ബുക്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവർ പറഞ്ഞു തരും. പിന്നെ ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ സെറ്റപ്പ് 4 ഡിജിറ്റ് ലോഗിൻ പിൻ എന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ID അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാങ്കിൽ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പറും അതിന് താഴെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു OTP വരുന്നതായിരിക്കും. അപ്പോൾ ആ OTP അവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലാവുന്നതായിരിക്കും. ദെൻ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് എൻ്റർ ആവുന്നതായിരിക്കും. തേർഡ് സ്റ്റെപ്പിൽ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ്, അത് ഓൾറെഡി അവിടെ ഡെബിറ്റ് കാർഡ് നമ്പർ വന്നിട്ടുണ്ടാവും. അതിന് താഴെയായിട്ട് നമ്മുടെ ATM പിന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ATM പിന്ന് കറക്റ്റായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ എക്സ്പയറി ഡേറ്റ് അതും ചോദിക്കുന്നുണ്ട്. എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. അതുപോലെ ഇയറും കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ 3 കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയായിട്ട് കണ്ടിന്യൂ എന്നുള്ള ബട്ടണുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് വരുന്നത് നമ്മുടെ പിന്ന് ജനറേറ്റ് ചെയ്യാനാണ്. ഒരു 4 ഡിജിറ്റ് പിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് 4 ഡിജിറ്റ് പിൻ ചെയ്യുക. അതിനുശേഷം ഒന്ന് കൺഫേം ചെയ്യുക. അതിന് താഴെയായിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് ഓണായി കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് അത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് കണ്ടിന്യൂ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കാണിക്കും. അപ്പോൾ അതിൻ്റെ താഴെ ലോഗിൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോഗിൻ പിൻ ഉപയോഗിച്ച് നമുക്കത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അവിടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചും അത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പെർമിഷൻസ് അലോ കൊടുക്കാത്തതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ അലോ കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് എൻ്റർ ആവുന്നതായിരിക്കും. അപ്പോൾ ഓപ്പൺ ആയി വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണാവുന്നതാണ്. അപ്പോൾ അതിന് നേരെ സേവിങ്സ് അക്കൗണ്ട് നേരെ ഒരു ഏറോ മാർക്ക് ഉണ്ട്. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ്, ഇപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഷോ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഹോൾഡറുടെ പേര്, നോമിനി, ബ്രാഞ്ച്, IFSC കോഡ്, അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് അതുപയോഗിച്ച് എത്ര എമൗണ്ട് വരെ സ്പെൻഡ് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണുന്നതായിരിക്കും. അതിൻ്റെ താഴെയായിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡെബിറ്റ് ആയിട്ടുള്ളതും ക്രെഡിറ്റ് ആയിട്ടുള്ള എല്ലാ എമൗണ്ടുകളും നമുക്കതിൽ കാണാവുന്നതാണ്. അതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. റീസെൻ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻ, ഈ മന്തിൽ ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് മന്തിൽ, കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ചെയ്തിരിക്കുന്നത്, 6 മാസം, അങ്ങനെയുള്ള കുറച്ച് അധികം ഓപ്ഷൻസിന് അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് UPI പേയ്മെൻറ്റ്സിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പിറകിലോട്ട് പോകാം. അവിടെ മുകളിൽ 3 ലൈൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, UPI പേയ്മെൻറ്റ്സ്, റീചാർജ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസ്, നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ്, അതായത് UPI പേയ്മെൻറ്റ്സ്, മണി ട്രാൻസാക്ഷൻ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കാർഡ്, റീചാർജ്, ബിൽ പേയ്മെൻറ്റിനെ കുറിച്ച്, ചെക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതൊക്കെ ആയിരിക്കും ഇതിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് മൊബൈൽ ബാങ്കിങ് നമ്മുടെ ഫോണിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.